നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 വിഷുഫലം പരിശോധിച്ചപ്പോൾ അതിശയകരമായിട്ടുള്ള രാജയോഗം സംഭവിക്കുന്ന 5 രാശിക്കാരുണ്ട്. വിഷുവർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 14 തിങ്കളാഴ്ചയാണ്. 1200 മേടമാസം 1-ാം തീയതി. വിഷു നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരുന്നു. ഈ ഒരു വിഷു വർഷക്കാലം 12 രാശിയിൽ ഈ 5 രാശിക്കാരെ സംബന്ധിച്ച് ഒരു രാജയോഗ തുല്യമായ ഫലമാണ് ലഭിക്കുക. ഇവരുടെ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നു. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടി വരുന്നു. എല്ലാവരും വളരെയേറെ പ്രതീക്ഷയോടെയാണ് വിഷുഫലത്തെ കാണുന്നത്. ഈ വർഷത്തെ വിഷു ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന 5 രാശിക്കാർ. 12 രാശിയിലെ ഈ 5 നക്ഷത്ര ജാതകർക്ക് രാജതുല്യമായ ജീവിതം നയിക്കുവാനുള്ളൊരു ഭാഗ്യമാണ് വന്നു ചേരുക. ഈ 2025 വിഷു വർഷക്കാലം എത്ര വലിയ യാതനകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിലും ഒരു വലിയ മാറ്റത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക് ഇവർ കടന്നെത്തും. ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഒന്നിനു പിറകെ ഒന്നായി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നു. സാമ്പത്തികമായി ഉയർച്ച നേടുന്നു. എന്നാൽ ഈ 5 രാശിക്കാരും അവരുടെ ജനന ജാതകത്തിലെ ദശാഫലം, ഇപ്പോൾ നടക്കുന്ന ദശാഫലം കൂടി നോക്കി വേണം മുന്നോട്ട് പോകാൻ. ഇത് പൊതുവായ ഒരു ഫലമാണ്. ജാതകം കൂടി പരിശോധിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. നമ്മുടെ ഓരോ ദശാസമയത്തിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുക. ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണ് എങ്കിൽ ഫലം 10 മടങ്ങ് ഇരട്ടിയായി ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇവിടെ സംഭവിക്കുന്നതും ഇങ്ങനെ തന്നെയാകും. ഈ പറയുന്ന 5 രാശിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇനി വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. വിഷുഫലം 2025 ഞാൻ പരിശോധിച്ചപ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കടന്നെത്തുന്നത് ഈ നക്ഷത്രജാതകർ തന്നെയാകും. ഒന്നിനു പിറകെ ഒന്നായി വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. എത്ര വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ മാറും. അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്ന സമയം, ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. അവരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന ഈ വിഷു വർഷത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ കാർത്തികയും രോഹിണിയും മകയിരവുമാണ്. വളരെയേറെ ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം. ധനവിനിയോഗം വളരെ ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും 1-2 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിനായി തയ്യാറെടുക്കാവൂ. പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് പരാജയപ്പെട്ടാൽ അത് അവസാനിപ്പിക്കരുത്. വീണ്ടും ഒന്നുകൂടി ശ്രമിക്കുക. നിങ്ങളെ സംബന്ധിച്ച് 2025 വിഷു വർഷക്കാലം ഭാഗ്യാനുഭവത്തിൻ്റെ സമയം തന്നെയാണ്. കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഇടവക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രജാതകർക്ക് എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും. ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്ന ഇവർക്ക് ഒരു ജോലി ലഭിക്കുന്ന സമയമാണ്. ഒരു വീട് വാങ്ങുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും. കലഹ സ്വഭാവമൊക്കെ കുറയ്ക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. തൊഴിൽ സ്ഥാനത്ത് വളരെയേറെ ഭാഗ്യമാണ് നിങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. ഒരു ദോഷവും അപമാനവും ഒക്കെ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾക്കിനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. ചില വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. വിഷ്ണുവിന് തുളസിമാല,
നെയ്വിളക്ക്, ശിവന് ജലധാര പിൻവിളക്ക്, പക്കനാൾ തോറും ഇത് ചെയ്യുക. യക്ഷിക്കും യക്ഷനും നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലത് തന്നെയാണ്. നാഗദൈവങ്ങൾക്ക് മഞ്ഞൾ, പാൽ, തേൻ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുന്നതും ബ്രഹ്മരക്ഷസിന് മഞ്ഞഹാരം, മഞ്ഞപ്പട്ട്, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമായി കാണുന്നു. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ദാനധർമ്മങ്ങൾ നടത്തുന്നതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടെത്തിക്കും. ഇവരുടെ ജീവിതം പാടെ മാറും. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഈ 2025 വിഷു. ഈ വിഷു വർഷക്കാലം ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയായിരിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം, അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം. നിങ്ങളിത് കുറിച്ചു വച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ ഇനി സംഭവിക്കും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രജാതകർ കർക്കിടകക്കൂറുകാർ തന്നെയാണ്. പുണർത്തവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് വിഷു നൽകുന്നത് ഈ ഒരു വിഷു വർഷക്കാലം ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും. പ്രശസ്തി ലഭിക്കും, ജോലിയിൽ ഉയർച്ച വന്നു ചേരും, ധനവരവ് വർദ്ധിക്കും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്തൊക്കെ പോകുവാനും നല്ല രീതിയിൽ രക്ഷപ്പെടാനും സാധിക്കും. നിങ്ങളെ സംബന്ധിച്ചിനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാസമയം കൂടി ഒന്ന് പരിശോധിക്കുക. വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു ഗൃഹം വാങ്ങുവാനോ അതല്ലെങ്കിൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നേരിട്ടവർക്ക് വിവാഹം നടക്കുന്ന സമയവുമോ ആയിരിക്കും ഇപ്പോൾ. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരും. ഭാഗ്യത്തിൻ്റെ സമയമാണ്. ദൂരയാത്രകൾ, ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇതൊക്കെ നടക്കുന്ന സമയമാണ്. കർക്കിടകക്കൂറിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഈ വിഷു സമ്മാനിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും. പരിഹാരങ്ങളായി ഇത് ചെയ്യുക. ഗണപതിക്ക് പക്കനാൾ തോറും നാളികേരം, കർഗമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അട, മോദകം തുടങ്ങിയവയും പ്രീതികരമാണ് ഗണപതിക്ക്. അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നതും ലളിത സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. വനദുർഗ മന്ത്രം ജപിക്കുന്നതും നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യപ്രദമാണ്. ശിവന് കരിക്ക്, പനിനീർ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുന്നതും കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ജീവിതത്തിൽ ഇനി വലിയ നേട്ടമാണ്, വലിയ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രജാതകർ മൂന്നാമത്തെ രാശിക്കാർ, അത് കന്നിക്കൂറുകാരാണ്. ശത്രുദോഷങ്ങൾക്ക് മുക്തി ലഭിക്കുകയും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുകയും ചെയ്യും. ഈ വിഷു 2025 വിഷു വർഷക്കാലം ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് കന്നിക്കൂറുകാർക്ക് തന്നെയാകും. ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന സമയം. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറുന്ന സമയം. ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്കിനി സാധിക്കും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകുന്ന സമയം. 2025 വിഷു വർഷക്കാലം മറ്റൊരു ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ, അത് മൂലവും പൂരാടവും ഉത്രാടവുമാണ്. ധനുക്കൂറുകാർ, ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയം. വിഷു വർഷക്കാലം എല്ലാം നേടാൻ കഴിയുന്ന സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും. ഇവർ ധനുക്കൂറുകാരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ഈ വിഷു വർഷക്കാലം വന്നു ചേരും.
പ്രതിസന്ധികൾ ഒക്കെയും അവസാനിക്കും. ആഗ്രഹങ്ങൾ ഒക്കെയും നേടിയെടുക്കും. ധനാഭിവൃദ്ധിയുടെ സമയമാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ജോലിക്കൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ വിഷുവർഷക്കാലം. അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കും വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. വിഷു ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും. സ്ഥാനമാനങ്ങൾ, അതുപോലെ തന്നെ വാഹനം, ഗൃഹം ഒക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം, ലോട്ടറി ഭാഗ്യം, എല്ലാ വസ്തുവകകളും വാങ്ങിക്കൂട്ടും. ഐശ്വര്യമാണ്. ഐശ്വര്യത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ ഈ ഏപ്രിൽ 14 കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഐശ്വര്യവർദ്ധനവും നാൽക്കാലി ഗുണവും, ശരീരം മെച്ചപ്പെടുകയും മുഖത്ത് എപ്പോഴും സന്തോഷം പ്രതിഫലിക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഇനി വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. അത് ജീവിത പങ്കാളിയെക്കൊണ്ടും അങ്ങനെയൊക്കെ ആകാം. പക്ഷേ ഇനി നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്, ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. മനസ്സെപ്പോഴും അസ്വസ്ഥമാകുന്ന ഒരു രീതിയുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അതൊക്കെ മാറാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഗണപതി പ്രീതി, നാഗപ്രീതി വരുത്തുന്നതും ഉത്തമമാണ്. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിയില കൊണ്ട് സഹസ്രനാമാർച്ചന ചെയ്യുന്നതും നെയ്വിളക്കും പാൽപ്പായസവും നടത്തുന്നതും ഭാഗ്യം വർദ്ധിക്കുവാൻ കാരണമാകും. ഭാഗ്യസുക്താർച്ചന നടത്തുന്നതും ശ്രീകൃഷ്ണന് തൃക്കൈവണ്ണ നൽകുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും അന്നവസ്ത്രദാനങ്ങൾ നൽകുന്നതും നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട് നടത്തുന്നതും നാഗർക്ക് ആയില്യ ദിവസം 100 പാലും വഴിപാട് നടത്തുന്നതും പുള്ളുവൻ പാട്ട് സർപ്പസന്നിധിയിൽ പാടിപ്പിക്കുന്നതും ദുരിതങ്ങൾ അകന്ന് ദുരിതങ്ങൾ അവസാനിച്ച് ജീവിതം വലിയ രീതിയിൽ മെച്ചപ്പെടുവാൻ കാരണമാകും. ഇനി നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്, ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അടുത്തത് മീനക്കൂറുകാരാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇനി നേടിയെടുക്കാൻ കഴിയും മീനക്കൂറുകാർക്ക്. മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഭാഗ്യം എന്ന് നമുക്കിതിനെ വിളിക്കാം. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുന്ന സമയം, ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനിക്കുന്ന സമയം, പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം ശാന്തമാകുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് ധന അഭിവൃദ്ധിയുടെ സമയമാണ്. മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറിക്കിട്ടും. അലസത ഒക്കെ മാറും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം, വലിയൊരു ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും. പുതു വാഹനലാഭവും പിതൃക്കളുടെ അനുഗ്രഹവും ഗൃഹ നിർമ്മാണവും ഈശ്വരപ്രീതിയും കാണുന്നുണ്ട്. സൗഭാഗ്യമാണ്. നേട്ടത്തിലേക്കാണ് കടക്കുന്നത്. ചില വഴിപാടുകൾ നടത്തണം. ജീവിതം ഇനി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവഭഗവാന് ജലധാര, പിൻവിളക്ക്, കൂവളമാല, ഈ വഴിപാടുകൾ നടത്തുക. വിഷ്ണുവിന് നെയ്വിളക്ക്, തുളസിമാല, പാൽപ്പായസം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഈ വിഷു നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ചൊരിയുന്ന സമയമാണ്. വിഷുഫലം 2025 പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് മീനൻ രാശിക്കാരിൽ കാണാൻ കഴിഞ്ഞത്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കുന്ന സമയം, ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറുന്ന സമയം, ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്ന സമയം. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ്. അതീവ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളെ തേടി വരുന്നത്. ഈ 5 രാശിക്കാരെ സംബന്ധിച്ചും രാജയോഗ തുല്യമായ ഒരു ഫലമാണ് കാണുന്നത്. രാജാവിനെ പോലെ ജീവിക്കും. കിരീടം വയ്ക്കത്തില്ല എന്നേ ഉള്ളൂ. ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യവും നിങ്ങളെ തേടി വരും. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ മേൽ ഒന്നിനു പിറകെ ഒന്നായി വരും. എല്ലാവരും വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വിഷുഫലം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആയിരിക്കും.
ഒത്തിരി നേട്ടങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് സാധിക്കും. 2025 വിഷുഫലം ഏറ്റവും അധികം ഗുണം നൽകുന്നത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയാണ്. ദശാഫലം ഒന്ന് പരിശോധിക്കുക. ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ഓരോ ഫലവും നമുക്ക് ലഭിക്കുക. ഇത് പൊതുഫലം മാത്രമാണ്. നിങ്ങളുടെ പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവി നിങ്ങളിലുണ്ട്. അതൊക്കെ നടക്കും. ആത്മാർത്ഥമായി ശ്രമം നടത്തുക, വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വലിയ നിലയിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. ദാനധർമ്മങ്ങൾ മറക്കരുതേ. നന്ദി, നമസ്കാരം.